ഇസ്രയേലിനെ ആക്രമിക്കാൻ മുതിർന്നാൽ ഇറാൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങളും തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്ന കർശന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ പാർലമെന്റിൽ സംസാരിക്കവെയാണ് നെതന്യാഹു ഭീഷണി പ്രഖ്യാപനം നടത്തിയത്. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തിനും അതിശക്തമായ ഭാഷയിലായിരിക്കും മറുപടി നൽകുകയെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ സംഘർഷം പുകയുന്നതിനിടെ ഇസ്രയേൽ പ്രതിരോധം ശക്തമാക്കിയതായും ശത്രുക്കളുടെ ഏത് നീക്കവും പരാജയപ്പെടുത്താൻ തങ്ങളുടെ സൈന്യത്തിന് കരുത്തുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളടക്കം തീരുമാനമാകാതെ നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് നെതന്യാഹുവിന്റെ ഈ പ്രഖ്യാപനവും എത്തുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം ഇറാൻ അമേരിക്ക യുദ്ധ സാഹചര്യം തുടരുന്നതിനിടെ അമേരിക്കൻ കരുത്തിന്റെ പ്രതീകമായ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിൽ എത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടിയ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന കപ്പൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങിയത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി USS ജെറാൾഡ് ഫോർഡ് ഗ്രീസ് സമുദ്രാതിർത്തിയിൽ എത്തിയതെന്നാണ് വ്യക്തമാക്കുന്നത്. കപ്പൽ അടുത്തത് ഇറാന് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പായാണ് ലോകം വിലയിരുത്തുന്നത്. നിലവിൽ അറബിക്കടലിലുള്ള USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിനൊപ്പം ജെറാൾഡ് ഫോർഡ് കൂടി ചേരുന്നതോടെ മേഖലയിൽ അമേരിക്കയുടെ സൈനിക ആധിപത്യം വർദ്ധിക്കുമെന്നും ഇത് ഇറാനെതിരായ ആക്രമണത്തിന് മുന്നോടിയാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ ഇറാനെ സൈനികപരമായി നേരിട്ടാൽ അപ്രതീക്ഷിത നഷ്ടങ്ങളും വലിയ തിരിച്ചടിയും ഉണ്ടാകുമെന്ന് ട്രംപിന് പെന്റഗൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-നും സഖ്യകക്ഷികൾക്കും വലിയ നാശനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പെന്റഗൺ വ്യക്തമാക്കി. അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്നെയാണ് മുന്നറിയിപ്പ് നൽകിയതെന്നാണ് വിവിധ അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാനെതിരായ സൈനിക നടപടിയോട് ഡാൻ കെയ്ന ഉൾപ്പെടെയുള്ളവർക്ക് വിയോജിപ്പുണ്ട് എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഏകപക്ഷീയമായ കരാറുകൾക്ക് വഴങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. ഇരുഭാഗത്തിനും ഗുണമുള്ള വിൻ സാഹചര്യം ഒരുങ്ങുന്നതിനനുസരിച്ചാകും ചർച്ചകളുടെ വിജയമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അനുവദിക്കുന്നതും കൃത്യമായ പ്രോട്ടോക്കോളുകൾക്കും പാർലമെന്റ് അനുമതിക്കും ശേഷം മാത്രമായിരിക്കുമെന്നും ഇറാൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ഒമാന്റെ നേതൃത്വത്തിൽ വിവിധ കക്ഷികളുമായുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഒരു വിഭാഗത്തിന് മാത്രം ഗുണമുള്ള ധാരണകൾ അംഗീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രത്തിലെ പരിശോധനകൾക്ക് കൃത്യമായ ഉപാധികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വീഡൻ, സെർബിയ, പോളണ്ട്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ മറ്റ് ലോകരാജ്യങ്ങൾ. മുൻകരുതൽ നടപടിയായി ലെബനനിലെ US എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ട്രംപ് ഒഴിപ്പിച്ചു കഴിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.